വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ന്യൂട്ടല്ല അല്ലേ? അത് ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറാണ് പതിവ്. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ന്യൂട്ടല്ല ഉണ്ടാക്കിയാലോ? അതും കടല ഉപയോഗിച്ചിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത അടിപൊളി ന്യൂട്ടല്ല നമുക്ക് ഉണ്ടാക്കാം. ഈ ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കറുത്ത കടല എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കടല ഉണ്ടാവും അല്ലേ? ഈ കടല നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അതിൽ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇപ്പോൾ നമ്മളിവിടെ കടലേക്കൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലെ ജലാംശമൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കിച്ചൺ ടവലിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിൽ വെള്ളാംശമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ കടല നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കടല കിട്ടേണ്ടത്. ഇനി നമുക്കിത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 5 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കേണ്ടി വരും. ഇപ്പോൾ കടല നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കടല ഒരു പരന്ന പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. എന്നിട്ട് ചൂടാറുന്നത് വരുന്ന വെയിറ്റ് ചെയ്യണം. നമ്മൾ വറുത്തെടുത്ത സെയിം ചട്ടിയിൽ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി ചൂടാറിക്കഴിഞ്ഞ് നമുക്കിതൊരു മിക്സി ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളിവിടെ കടലയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ന്യൂട്ടല്ല ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തരി ആയിട്ട് നമ്മൾ ഉണ്ടാക്കരുത്. അപ്പോൾ അത് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്തതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ചിലതിങ്ങനെ അരിച്ചെടുക്കാതെ ഡയറക്റ്റായിട്ട് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ കഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. ന്യൂട്ടല്ലയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്ത പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കളയാം. തരിയുള്ള ഭാഗം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വീണ്ടും ഈ അരിച്ചെടുത്ത പൊടി മിക്സി ജാറിലേക്ക് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കളറൊക്കെ ഒന്ന് മാറി ആ ഒരു കൊക്കോ പൗഡറിൻ്റെ കറക്റ്റ് ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ 2 ട്രിപ്പായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ട്രിപ്പിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ന്യൂട്ടല്ലയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നമ്മളിവിടെ ചോക്ലേറ്റ് ഹോർലിക്സ് ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ഡാർക്ക് കളറായിട്ടാണ് എൻ്റെ ന്യൂട്ടല്ല വന്നിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ന്യൂട്ടല്ല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ന്യൂട്ടല്ല ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള വേറെ അടിപൊളി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിക്കോളൂ കേട്ടോ. എല്ലാ ആഴ്ചയും ഞാൻ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.